നാലോ വലിയ ഉള്ളി ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പം അതിനായിട്ട് ഞാനിതാ 4 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം കേട്ടോ. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും എരിവിനാവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 2 സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ മുതൽ അര സ്പൂൺ വരെ നമുക്ക് ഗരം മസാല പൗഡറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആ ഉള്ളികളൊക്കെ ഒന്ന് വേറിട്ട് വരുള്ളൂ. അപ്പോൾ അത് ആ ഒരു മസാലയും എല്ലാം അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഉള്ളി ഇതാ ഇപ്പം നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 വലിയ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കുഴച്ചെടുക്കുന്ന രൂപത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാകും. ആദ്യം അത്ര ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ ആ ഒരു പൊടിയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണേ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടുതലും ആവാനേ പാടില്ല കേട്ടോ. കാരണം കുറച്ചൊരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും ഉള്ളിലത്തെ വെള്ളം കൂടി ഇറങ്ങി വരും. അതുകൊണ്ട് കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസാവും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കുക കേട്ടോ. കുറച്ചൊരു തിക്കായിട്ട് വേണം കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതാ പൊരിക്കാനുള്ള എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. വിരൽ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് മുരിഞ്ഞു വരും കേട്ടോ. തീ നല്ലതുപോലെ തന്നെ കൂട്ടി വെച്ചിട്ട് വേണം നമുക്കിത് ഇടാൻ. പിന്നെ ഒരു മീഡിയം ടു ഹൈ ആ ഒരു രീതിയിൽ വേണം നമുക്ക് തീ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ മുരിഞ്ഞു വരും കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റുള്ള അടിപൊളി ഉള്ളിവടയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്തത് മൊത്തം എൻ്റെ മക്കൾ എടുത്തിട്ട് പോയിട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ പാത്രമൊക്കെ ഏകദേശം കാലിയാക്കി തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ക്രിസ്പിയാണെന്ന്. ഞാൻ ഒന്ന് തിന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര നല്ല സൗണ്ടും ഭയങ്കര ടേസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.